ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമ ബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സദേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപയും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപയും വകയിരുത്തി. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായും മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായും വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിൽ സ്വയം നവീകരിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനും വായന അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച 31ാം ദേശീയ വായനോത്സവത്തിന്റെ ഭാഗമായ വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന രാജ്യമെമ്പാടും യോഗ സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലേയിലെ ഉയർന്ന പർവ്വതനിരകൾ മുതൽ കാർ നിക്കോബാർ ബീച്ചുകൾ വരെയും തവാങ്ങിന്റെ കിഴക്കൻ അതിർത്തികൾ മുതൽ ദ്വാരക വരെയും യോഗാ ദിന പരിപാടികൾ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.